ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നോമ്പിൻ്റെ തുറക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. അപ്പോൾ നമ്മളെ നൈസ് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മലപ്പുറത്ത് നമ്മുടെ സ്പെഷ്യലാണ് ഈ പത്തിരി എന്ന് പറഞ്ഞാൽ. മറ്റേതുള്ള ജില്ലകളിലൊക്കെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. നമ്മളെ മലപ്പുറത്തുകാരുടെ സ്വന്തം പത്തിരി. അപ്പം നൈസ് പത്തിരി ആദ്യം ഇതുപോലെ ഇങ്ങനെ ആദ്യം ഉരുളാക്കി നന്നായി മാവ് എന്താ പറയുക സെറ്റാക്കി എടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കലാട്ടോ. പിന്നെ നമ്മളിതാ ചിക്കന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് വേവിച്ചതാണ്. ഉള്ളിയും എല്ലാം ഇട്ട് നമ്മൾ കുക്കറിൽ നന്നായി വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നാക്കി കുറച്ചൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നാക്കി പിന്നെ എന്താ പറയുക മൂപ്പിച്ചെടുത്ത കേട്ടോ തേങ്ങ. ഇനി അത് അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ, ചിക്കനിലേക്ക് ചേർക്കാൻ. അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ പത്തിരിയുടെ പണി ഈ ചുട്ടെടുക്കുന്നതിന് മുൻപ് തന്നെ കറിയൊക്കെ സെറ്റാക്കി എടുക്കാമല്ലോ വെച്ചിട്ടാണ് നമ്മൾ വേഗം അതൊക്കെ അരച്ച് തയ്യാറാക്കി വെച്ചിട്ടാണ്. പിന്നെ ഇതാ പത്തിരി ചുട്ടെടുക്കുകയാണ്. പത്തിരി ചുട്ടെടുക്കുക പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. നമുക്ക് പത്തിരി കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് പണിയാണ്, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ അതുപോലെ ഫസ്റ്റ് ഇട്ട് ഉടനെ തന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും മറിച്ച് അങ്ങനെ ഒരു 3 തവണ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പത്തിരി റെഡിയാവും കേട്ടോ. പിന്നെ ഇതാ ചിക്കനിക്ക് ഞാൻ അതൊക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് ചിക്കനിക്ക് ഞാൻ തേങ്ങ ഒഴിച്ചു അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറുത്തരച്ച് തേങ്ങ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഇനിയിപ്പോൾ ചിക്കനായാലും ബീഫായാലും അതുപോലെ തന്നെ കോഴിമുട്ട പൊരിച്ച് നമ്മൾ ഇതേപോലെ മസാലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നോമ്പൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. പിന്നെ ജ്യൂസ് വെള്ളം എല്ലാം വേണ്ടേ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കണം. പിന്നെ പൈനാപ്പിളാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പൈനാപ്പിളും ജ്യൂസ് അടിച്ച് ഒക്കെ എന്താ പറയുക അതിൻ്റെ കച്ചറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചായക്ക് കട്ടൻ ചായ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് വെള്ളം വെച്ചതാണ്. പിന്നെ ഇത് കൂകവെള്ളം കേട്ടോ. കൂകവെള്ളം കൂക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല വിചാരിക്കണേ. ഞാൻ കൂകയുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളവിടെ കൂകയ്ക്ക് എന്താ പറയുക എനിക്കറിയില്ല. ഈ കൂകവെള്ളം കുടിച്ചാലുള്ള പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കിട്ടും. പിന്നെ വയറിന് നല്ലതാണ്, നല്ലൊരു എനർജി കിട്ടും കേട്ടോ കൂകവെള്ളം കുടിച്ചാൽ. പിന്നെ ഞാനിതാ നോമ്പ് തുറക്കാൻ സാധനങ്ങൾ ടേബിളിൽ കൊണ്ടുവയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ചിക്കൻ റോളുണ്ട്, അതുപോലെ തന്നെ സമൂസയാണുള്ളത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സായിട്ട് മുന്തിരിയുണ്ട്, ബത്തക്കുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ല കേട്ടോ ചിക്കൻ റോളും സമൂസയും. നമ്മൾ പത്തിരിക്ക് പണിക്ക് നിന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പൊരിക്കടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാനിതാ മുസമ്പി 2-3 മുസമ്പി എടുത്തിട്ട് 3-4 പീസാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 3-4 പീസാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പിട്ട് കഴിക്കാനും പിന്നെ കഴിക്കാൻ എളുപ്പമാണല്ലോ. ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി കഴിക്കാത്തവരൊക്കെ അപൂർവമായിരിക്കും. ഇങ്ങനെ ഒന്ന് കഴിച്ചു, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുകവെള്ളം ഏകദേശം ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് അങ്ങ് അടി പിടിക്കും. ഇതൊരു ചെറിയൊരു കുറുകി ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ടേബിളിലൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ സമയമാവാനായല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് വന്നിരുന്ന് നോമ്പ് തുറക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ബത്തക്ക, മുസമ്പി, മുന്തിരി, പിന്നെ ഫ്രൂട്ട്സായിട്ട് ഇത്. പിന്നെ ഉള്ളത് നാരങ്ങ വെള്ളം കേട്ടോ. പിന്നെ നന്നാരി വെള്ളമാണ് കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പാളിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഹൈറ്റ് കുറച്ച് പൊന്തിച്ച് പിടിച്ചപ്പോൾ കയ്യിൽ നിന്ന് പാളിപ്പോയി. അപ്പം ഞാനിതാ ബാങ്ക് കൊടുത്തു. ആദ്യം കുടിക്കുന്നത് ചെറിയ നേരിയ തണുപ്പിലുള്ള വെള്ളം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്.
ഇതന്നെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ക്ഷീണിച്ച് തളർന്നു പോകും. വെള്ളം കുടിച്ചാൽ തന്നെ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ നോമ്പ് തുറന്നതിൻ്റെ ശേഷം ചിക്കൻ റോളാണ് കേട്ടോ കഴിച്ചത്. നല്ല മയോണൈസും ചിക്കൻ റോളും കൂടെ കഴിച്ചു. സമൂസയും കഴിച്ചില്ല. സമൂസ ഇഷ്ടമാണ്, പക്ഷെ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ചിക്കൻ റോളും കഴിച്ചു. പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഒരു 11 മണി 11:30 ആ സമയത്ത് ഒന്ന് കിടന്ന് നീച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ വന്ന് നമ്മൾ പത്തിരിയൊക്കെ കഴിക്കുന്നത്. കാരണം നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഈ ഒരു ഫുഡൊക്കെ കഴിച്ചാൽ തന്നെ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ടാറ്റ ബൈ.